ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജംഉ അൽ മുദക്കർ സാലിം അതിൻ്റെ ഇറാബ് അത് എങ്ങനെയാണ് എന്നതാണ് മനസ്സിലാക്കിയത്. അതിൽ അങ്ങനെ ഇറാബ് ചെയ്യുവാൻ എന്തൊക്കെ ഷർത്തുകളുണ്ട്, ജാമിദായ ലഫ്ദിനും അതേപോലെ സിഫത്തായ ലഫ്ദിനും അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞത് വർഫഅ ബിവാവിൻ വബിയജ്റുർ വൻസിബി സാലിമ ജംഇ ആമിരിൻ വമുദ്നിബി എന്നാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഇനി നമുക്ക് 5 വരികൾ കൂടിയുണ്ട്. അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠനം. ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നു വശിബിഹി ദൈനി വബിഹി ഇശ്റൂന വബാബുഹു ഉൽഖീഖ വൽ അഹ്ലൂന. വശിബിഹി ദൈനി വബിഹി ഇശ്റൂന വബാബുഹു ഉൽഖീഖ വൽ അഹ്ലൂന ഉലു വഅലാമൂന ഇല്ലിയൂന വഅറദൂന ശദ്ദ വസ്സീനൂന വബാബുഹു വമിസ്ല ഹീനിൻ ഖദ് യരിദ് ദൽബാബു വഹുവ ഇൻദ ഖൗമി യത്തരിദ്. എന്താണ് ഇവിടെ ഈ ഒരു ഭാഗത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്? നമ്മൾ മുസന്നയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മുസന്ന ഹഖീഖത്തൻ മുസന്ന ഉണ്ട്, യഥാർത്ഥത്തിൽ ദ്വിവചനമുണ്ട്. അതേപോലെ ഹുക്മിൽ ദ്വിവചനമുണ്ട്. അത് മുസന്നയോട് മുൽഹഖ് ചെയ്യപ്പെട്ട കില, കിൽത്ത, ഇസ്നാനി, ഇസ്നത്താനി പോലുള്ളതായ മുൽഹഖാത്ത് അങ്ങനെയുള്ള മുസന്നി ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെയാണ് ജമ്മു അൽ മുദക്കർ സാലിമിൻ്റെയും വിഷയം. ഹഖീഖത്തായിട്ടുള്ള ജമ്മു അൽ മുദക്കർ സാലിമുണ്ട്, ഷർത്തുകൾ ഒത്ത ജമ്മു അൽ മുദക്കർ സാലിം. എന്നാൽ ജമ്മുൽ മുദക്കർ സാലിമിന് വേണ്ട ഷർത്തുകൾ ഒക്കാത്തതിനാൽ ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ ഹുക്കുമിൽ വരുന്ന ജമ്മു മുദക്കറുകളുമുണ്ട്. അവ ജമ്മു മുദക്കറിനോട് ഇൽഹാഖ് ചെയ്യപ്പെട്ടത് എന്നാണ് പറയുക. കാരണം ജമ്മു മുദക്കർ ആക്കണമെങ്കിൽ, ജമ്മുൽ മുദക്കർ സാലിം ആക്കണമെങ്കിൽ പറയപ്പെട്ട ഷർത്തുകൾ അവക്ക് ഒത്തില്ല എന്നതിനാൽ ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നു വശിബിഹിദൈനി, ഇവ രണ്ടിനും സാദൃശ്യമായവയുടെ ജമ്മു സാലിമും എന്നാണ്. അപ്പോൾ ഇതാ തൊട്ട് മുമ്പത്തെ വരിയിലേക്കാണ് ഇത് ആത്ഫ്. നമ്മളെന്താ പറഞ്ഞത്? സാലിമ ജംഇ ആമിരിൻ വ മുദ്നിബി വ ശിബിഹിദൈനി എന്നാണ്. സാലിമ ജംഇ ആമിരിൻ, ആമിരിൻ്റെ ജംഇ സാലിമിനും വ മുദ്നിബിൻ്റെ ജംഇ സാലിമിനും വർഫ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ ചെയ്തോ, വ ബിയ ജുറുർ വൻസിബി, യാ കൊണ്ട് ജറുൻ നസ്ബ് ചെയ്തോ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വശിബിഹിദൈനി, ഇവ രണ്ടിനും സാദൃശ്യമായവയുടെ സാലിം ജമ്മു സാലിമിനും. ഇവ രണ്ടിനും എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ രണ്ടും? അത് ഒന്ന് ആമിറാണ്, മറ്റൊന്ന് മുദ്നിബാണ്. അവിടെ തൊട്ട് മുമ്പ് പറഞ്ഞത് സാലിമ ജംഇ ആമിരിൻ വ മുദ്നിബി. എന്നിട്ട് പറയാണ് വശിബിഹിദൈനി, ഇവ രണ്ടിനും സാദൃശ്യമായവയുടെ ജമ്മു സാലിമിനും. ഇവ രണ്ടിനും പറഞ്ഞാൽ ആമിർ, മുദ്നിബ് എന്നിവ രണ്ടിനും സാദൃശ്യമായവയുടെ ജമ്മു സാലിമിനും നീ വാവ് കൊണ്ട് റഫ് ചെയ്തോ, യാ കൊണ്ട് ജറും നസ്ബും ചെയ്തോ. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ ദൈനി എന്നുള്ളത് ആമിറും മുദ്നിബുമാണ്. ഇവ രണ്ടും ദൈനി. തയ്യിബ്. ആമിറിന് നമ്മൾ പറഞ്ഞു അത് ജാമിദായ ലഫ്ദാണ്. അതിന് കുറേ ഷർത്തുകളുണ്ട്. അത് മുദക്കറിനായിരിക്കണം, അലമായിരിക്കണം, അത് ആഖിലിനായിരിക്കണം, തായിൽ നിന്നും തർക്കീബിൽ നിന്നൊക്കെ മുക്തമായിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മുദ്നിബ് അത് സിഫത്താണ്, സിഫത്തായ ലഫ്ദാണ്. ആ സിഫത്തിനും പറഞ്ഞു അത് മുദക്കറിനായിരിക്കണം, അത് ആഖിലിനായിരിക്കണം, അത് ഖാലിമിനത്ത തായിൽ നിന്ന് മുക്തായിരിക്കണം, അത് അഫ്അല ഫഅല വസനിലാവരുത്, ഫഅലാൻ ഫഅല വസനിലാകരുത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം. വശിബിഹിദൈനി, ഇവ രണ്ടിനും സാദൃശ്യമായവ എന്ന് പറഞ്ഞാൽ ഈ ഷർത്തുകളൊക്കെ വന്ന ജാമിദായതും അതേപോലെ സിഫത്തും ആയതുമായ ലഫ്ദ് അതിൻ്റെയും ജമ്മ സാലിമിന് നീ
വാവ് കൊണ്ട് റഫ് ചെയ്തോ യാ കൊണ്ട് ജറും നസ്ബും ചെയ്തോ എന്നാണ് പറയുന്നത്. വശിബിഹി ദൈനി, ഇവ രണ്ടിനും സാദൃശ്യമായവയുടെ ജമ്മ സാലിമിനും നീ അപ്രകാരം ഇറാബ് ചെയ്തോ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വബിഹി ഇഷ്റൂന വബാബുഹു ഉൽഹിഖ്. ഇഷ്റൂന എന്നതും വബാബുഹു ഇഷ്റൂനയുടെ ബാബും ഉൽഹിഖ ബിഹി എന്നാണ്, ഇതിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഏതിലേക്ക്? ജം അൽ മുദക്കർ അസാലിമിലേക്ക്. വബിഹി എന്നാണ് വബി ജം ഇൽ മുദക്കർ അസാലിം, ജമ്മു മുദക്കർ സാലിമിലേക്ക് ഉൽഹിഖ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇഷ്റൂനയും വബാബുഹു ഇഷ്റൂനയുടെ ബാബും. എന്താണ് പറഞ്ഞത്? ഇഷ്റൂനയും ഇഷ്റൂനൻ്റെ ബാബു എന്താണ്? ഇഷ്റൂന എന്താ അർത്ഥം? ഇഷ്റൂന 20 അല്ലേ? അതിൻ്റെ ബാബാണ് സലാസൂൻ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ, സബഊൻ, സമാനൂൻ ഇലാ തിസ്ഊൻ. തിസ്ഊൻ വരെയുള്ളത് എന്താണ്? അതിൻ്റെ ബാബാണ്. അപ്പോൾ ഇഷ്റൂന വബാബുഹു, ഇഷ്റൂനയും ഇഷ്റൂനൻ്റെ ബാബും. ഇഷ്റൂനൻ്റെ ബാബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇതാണ്, ഇഷ്റൂൻ മുതൽ തിസ്ഊൻ വരെ. ഇഷ്റൂൻ, സലാസൂൻ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ, സബഊൻ, സമാനൂൻ, തിസ്ഊൻ എന്നിവ അത് ഉൽഹിഖ ചേർക്കപ്പെട്ടിരിക്കുന്നു. ആരോട്? ജമ്മു മുദക്കർ സാലിമിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്റൂനയും സലാസൂൻ, അർബഊൻ എന്നിവയൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും എന്തല്ല യഥാർത്ഥ ഹഖീഖത്തൻ ജമ്മു മുദക്കർ സാലിമല്ല. പിന്നെയോ അത് ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ ഹുക്കുമിലാണ്. കാരണം എന്തിനാണ് ഇതിനെ ജമ്മുൽ മുദക്കർ സാലിമായിട്ട് പറയാതെ ഇതിനെ ഇൽഹാഖ് ചെയ്തത്? ഇൽഹാഖ് ചെയ്യാൻ കാരണം ഇഷ്റൂൻ എന്നതിന് അതിൽ നിന്നൊരു മുഫ്രദില്ല. ആമിറൂൻ എന്നതിന് ആമിർ മുഫ്രദുണ്ട്. മുദ്നിബൂൻ എന്നതിന് മുദ്നിബ് എന്ന മുഫ്രദുണ്ട്. മുദ്നിബൂൻ എന്നതിന് മനസ്സിലായോ? ഇതേപോലെ തന്നെ ഇപ്പോൾ ആമിറിൻ്റെ അതേ ഗണത്തിൽ നമുക്ക് ആരെ എണ്ണാം? മുഹമ്മദ് അതിൻ്റെ ജമ്മാണെന്ത്? മുഹമ്മദൂൻ. കണ്ടോ? മുഹമ്മദ് എന്നുള്ളത് ഷർത്തുകളൊത്ത പേരാണ്. അതേപോലെ തന്നെ പിന്നെ സാലിം, സാലിമൂൻ, സാലിം എന്ന പേരാകുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അത് ഇനിയിപ്പോൾ സിഫത്തായിട്ട് സെയ്ദൂൻ, ഇബ്രാഹിമൂൻ, ഇബ്രാഹിം കണ്ടോ? ഇബ്രാഹിമൂൻ. കുറേ ഇബ്രാഹിംമാർക്ക് ഇബ്രാഹിമൂൻ എന്ന് പറയാം. കാരണം എന്താണ്? ഇത് ആമിറിന് പറഞ്ഞ ഷർത്തുകളൊക്കെ മുഹമ്മദ് എന്നതിലുണ്ട്. അത് അലമാണ്, മുദക്കറിനാണ്, അത് പിന്നെ ആക്കിലിനുള്ളതാണ്, അത് തായിൽ നിന്ന് മുക്തമാണ്, പിന്നെ അത് മുറക്കബല്ല. മനസ്സിലല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ ഷർത്തുകളൊക്കെ തന്നെ. അതുകൊണ്ട് മുഹമ്മദിന് എന്താക്കാം? ഇബ്രാഹിം എന്നുള്ള അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മുദ്നിബ് എന്നുള്ളത് സിഫത്താണ്. ഈ സിഫത്തിൽ ഇപ്പോൾ അഫ്ദൽ, അൽ അഫ്ദലു, ഇത് സിഫത്താണ്, വിശേഷണമാണ്. മുദ്നിബ് എന്നതുപോലെ തന്നെ അൽ അഫ്ദൽ സിഫത്താണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? അൽ അഫ്ദലൂൻ എന്ന് ജമ്മ പറയാം. അൽ അഫ്ദലൂൻ. കാരണം എന്താ? അഫ്ദൽ എന്നുള്ളത് മുദ്നിബ് പോലെ സിഫത്താണ്. അത് മുദക്കറിനുള്ള സിഫത്താണ്, ആഖിലിനുള്ള സിഫത്താണ്, തായിൽ നിന്ന് മുക്തമാണ്. അത് അഫ്ദൽ എന്നുള്ളത് അഫ്അൽ ഫഅല വസിനിലല്ല. അഫ്അൽ ഫഅല അസ്വദ് സൗദ അഹ്മർ ഹംറ വസിനിലല്ല. പിന്നെ അൽ അഫ്ദൽ എന്നുള്ളതിൻ്റെ മുഅന്നസ് ഫുദ്ല എന്നാണ്. അഫ്ദൽ അൽ ഫുദ്ല എന്നാണ്. അപ്പോൾ അത് പിന്നെ ആ വസിനിലല്ല. അതേപോലെ സക്ര ആ വസിനിലും അല്ല, അൽ അഫ്ദൽ എന്നാണ്. അതുകൊണ്ട് തന്നെ അൽ അഫ്ദലൂൻ എന്നതിനെന്ത് ചെയ്യാം? ജമ്മ് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് വശിബിഹി ദൈനി, ഇതിന് രണ്ടിനും സാദൃശ്യമായ അതിൻ്റെയൊക്കെ ജമ്മു സാലിമിനും എന്ത് ചെയ്യാം? ഇങ്ങനെ ഇറാബ് പറയാമെന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ മുഹമ്മദൂൻ, ഇബ്രാഹിമൂൻ, അൽ അഫ്ദലൂൻ, അബ്ദറാബൂൻ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ. എന്തിനാണ് ഇഷ്റൂനെ അങ്ങനെ പറയാതെ ഉൽഹിഖ ബിഹി ജമ്മുൽ മുദക്കറിനോട് ഇൽഹാഖ് ചെയ്ത് ചേർത്തത്?
ഇഷ്റൂൻ എന്നതിന് എന്തില്ല? ഇഷ്റൂൻ എന്ന പദത്തിൽ നിന്നൊരു മുഫ്രദില്ല. ഇഷ്റുൻ ഇഷ്റൂനല്ല. പിന്നെയോ ഇഷ്റൂന എന്നുള്ള ജമ്മേ ഉള്ളൂ, അത് ജമ്മു ദക്കറിൻ്റെ ചേലിൽ, അതിനെന്തില്ല? ഒരു മുഫ്രദില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു മുഫ്രദിൽ നിന്നുള്ള ജമ്മല്ല ഇഷ്റൂൻ എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഷർത്തൊത്തിട്ടില്ല. ഇവിടെ പറയാൻ ഷർത്തൊത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇഷ്റൂന എന്നതിനെ ഉൽഹിഖ ബിഹി ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്ത് ചേർക്കപ്പെട്ടു. അതാണ് വബിഹി ജമ്മുൽ മുദക്കർ സാലിമിനോട് ഇഷ്റൂനയും വബാബുഹു അതിൻ്റെ ബാബും ഉൽഹിഖ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇഷ്റൂൻ്റെ ബാബാണ് നമ്മൾ പറഞ്ഞത്. സലാസൂൻ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ, സബഊൻ, സമാനൂൻ, തിസ്ഊൻ എന്നിവ. അപ്പോൾ അതാണ് വബിഹി ജമ്മുൽ മുദക്കർ സാലിമിനോട് ഇഷ്റൂനയും വബാബുഹു അതിൻ്റെ ബാബും ഉൽഹിഖ ചേർക്കപ്പെട്ടിരിക്കുന്നു. വൽ അഹ്ലൂന അഹ്ലൂനയും ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അൽ അഹ്ലൂന അതും ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ അലിഫുണ്ടല്ലേ, ഇഷ്റൂന എന്നിടത്തുള്ള അലിഫും കവിതയ്ക്ക് വേണ്ടിയാണ്. വൽ അഹ്ലൂന എന്നുള്ളിടത്തുള്ള പിന്നതും കവിതയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പിന്നെ ചേർക്കപ്പെടലാണ്. തയ്യും. എന്താണ് വൽ അഹ്ലൂൻ? അഹ്ലൂന എന്നതിനെ ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ മുൽഹഖിൽ ചേർത്തത് അഹ്ലുൻ അഹ്ലൂന എന്നാണ്. അഹ്ലൂന ഇതെന്തല്ല? ഈ അഹ്ലൂൻ എന്നത് ഇവിടെ പറയപ്പെട്ട ഷർത്തുകൾ ഉണ്ടല്ലോ, ആ ഷർത്തൊത്ത് വന്ന ജമ്മല്ല. എന്തുകൊണ്ട്? അഹ്ലുൻ എന്നത് ഇത് അലമല്ല, ഇസ്മാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് പേരല്ല അഹ്ലുൻ എന്നത്. പിന്നെയോ റജുലുൻ എന്നൊക്കെ പറയുന്നത് പോലെ റജുലുൻ എന്നുള്ളത് ഇസ്മാണ്. പക്ഷെ അലമല്ല, ഒരു വ്യക്തിക്ക് റജുലുൻ എന്നുള്ള പേരല്ല. റജുലുൻ എന്നൊരു വ്യക്തിക്ക് പേരാണ് എങ്കിൽ, ഇപ്പോൾ സെയ്ദുൻ എന്നപോലെ റജുലുൻ പേരാണെങ്കിൽ റജുലൂൻ എന്ന് പറയാം. കുറേ സെയ്ദുമാരുണ്ടെങ്കിൽ, കുറേ റജുലുമാരുണ്ടെങ്കിൽ. പക്ഷേ റജുലുൻ എന്നുള്ളൊരു വർഗനാമാണ്, വ്യക്തികൾക്ക് പറയുന്ന പേരാണ്. അതേപോലെ തന്നെ ഒരു ഇസ്മാണ് അഹ്ലുൻ എന്നത്. അതെന്തല്ല? അലമല്ല. അതുകൊണ്ട് തന്നെ അൽ അഹ്ലൂൻ എന്നത് ജമ്മ അൽ മുദക്കർ അസാലിം അല്ല. പിന്നെയോ ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ട, അതിലേക്ക് ചേർത്ത് പ്രയോഗിക്കപ്പെടുന്ന ഒരു ജമ്മ മാത്രമാണ്. അൽ അഹ്ലൂന എന്ന് പറയും, ലഹ്ലീന എന്ന് പറയും. ജാ അൽ അഹ്ലൂന എന്ന് പറയും. ഹാദ ഇഷ്റൂന എന്ന് പറയും. പക്ഷേ അതെന്തല്ല? അത് പിന്നെ ജമ്മുൽ മുദക്കർ സാലിമല്ല. അൽ അഹ്ലൂന എന്നുള്ളത് അതിന് വാവ് കൊണ്ടാണ് റഫ്അ്. പക്ഷേ അതെന്തല്ല? ജമ്മുൽ മുദക്കർ സാലിമല്ല. പിന്നെയോ ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ട, ചേർത്ത് പറയപ്പെട്ട ഒരു പദപ്രയോഗം മാത്രമാണ്. ഇത് ഇവിടെ ഷർത്ത് ഒത്ത് വന്നതല്ല. ഇനി ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ജമ്മു മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ട പദങ്ങളിൽപ്പെട്ടതാണ് ഉലു വഅലമൂന ഇല്ലിയൂന വഅറദൂന ശദ്ദ വസ്സീനൂന വബാബുഹു വമിസ്ല ഹീനിൻ ഖദ് യരിദ് ദൽ ബാബു വഹുവ ഇൻദ ഖൗമി യത്തരിദ്. ഉലു എന്നത് അതിൽപ്പെട്ടതാണ്. ഉലു എന്നുള്ളത് പിന്നെ ഉലുൽ ഫദ്ലുള്ളവർ, അസ്ഹാബ് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം അസ്ഹാബ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. ഉലുൽ ഫദ്ലി, ഉലു എന്നത് എപ്പോഴും മുദാഫായിട്ടാണ് ഇത് വരിക. ഒരു മുദാഫുൻ ഇലൈഹിയിലേക്ക് ചേർത്ത് ഉലുൽ ഫദ്ലി, ഉലുൽ കറമി, ഉലുൽ ജൂദി ഇങ്ങനെയാണ് പ്രയോഗിക്കുക. ഉലു വാവ് കൊണ്ടാണ് അതിന് റഫ് ചെയ്തത്. പക്ഷേ ഈ ഉലു എന്നുള്ളത് ജമ്മ അൽ മുദക്കർ സാലിമല്ല. പിന്നെയോ ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ മുൽഹഖിൽ വരുന്നതാണ്. കാരണം എന്തുകൊണ്ട്? ഈ ഉലു എന്നതിന് ഒരു മുഫ്രദില്ല, ഇഷ്റൂന പോലെയാണ്. അതിനെന്തില്ല? ഒരു മുഫ്രദില്ല. ഷർത്തൊത്ത ഒരു മുഫ്രദിൽ നിന്ന് ഉള്ള ജമ്മ അല്ല അത്. അതുകൊണ്ട് തന്നെ അതിനെയും എന്ത് ചെയ്യും? ഇതിലേക്ക് ഇൽഹാഖ് ചെയ്ത് പറയപ്പെടും. ആലമൂന, ഉലു വ ആലമൂന. ആലമൂന എന്നുള്ളത്
ആലം എന്നതിൻ്റെ ബഹുവചനാണ് ആലം, ആലമുൻ. ആലം എന്നുള്ളത് നോക്കിയേ, ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു വർഗനാമാണ്. ആലം എന്നത് ഒരു വർഗനാമാണ്, അതൊരു വ്യക്തിക്ക് പേരല്ല. കുറേ ഫർദുകൾ കൂടിയ, കുറേ അംഗങ്ങൾ കൂടിയ ഒരു ലോകമാണ് ആലം. കുറേ ആലമുകളുണ്ടല്ലോ. ആ ആലം തന്നെയും ഇപ്പോൾ ആലമുൽ ഇൻസ്, മനുഷ്യരുടെ ലോകം, കുറേ മനുഷ്യർ കൂടിയതാണ് ഒരു ആലം. ആലമുൽ ഹയവാൻ, മൃഗങ്ങളുടെ ലോകം. ആലമുൽ നബാത്ത്, സസ്യങ്ങളുടെ ലോകം. ആലമുൽ അസ്മാക്ക്, പിന്നെ മത്സ്യങ്ങളുടെ ലോകം. ആലമുൽ ദർറാത്ത്, പിന്നെ ദർറത്തുകളുടെ പരമാണുക്കളുടെ ലോകം. ഇങ്ങനെ ആലം ഉണ്ടല്ലോ. അതിൽ നിന്നുള്ള ബഹുവചന ആലമൂൻ എന്നുള്ളത്. ആലം എന്തല്ല, ഒരു വ്യക്തിക്ക് ആലമല്ല. മനസ്സിലായ? അതുകൊണ്ട് തന്നെ ഷർത്തൊത്ത ഒരു മുഫ്രദിൽ നിന്നുള്ള, ഏകവചനത്തിൽ നിന്നുള്ള ബഹുവചനമല്ല. ആമിർ പോലെ, മുദ്നി പോലുള്ള ഒരു പദത്തിൽ നിന്നുള്ള ബഹുവചനമല്ല ആലമൂൻ എന്നത്. അതുകൊണ്ട് തന്നെ ഈ ആലമൂൻ എന്നുള്ളത് എന്തല്ല, ജമ്മുൽ മുദക്കർ അസാലിം അല്ല, പിന്നെയോ അതിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട ഒരു പദമാണ്. ഇതുപോലെ തന്നെയാണ് ഇല്ലിയൂൻ. ഉലുവ ആലമൂന ഇല്ലിയൂന, വ ഇല്ലിയൂൻ എന്നാണ്. പക്ഷെ ഇവിടെ വാവ് കവിതയ്ക്ക് വേണ്ടി പിന്നെ പൊക്കിയതാണ്. ഇല്ലിയൂൻ എന്താണ് ഇല്ലിയൂൻ? ഇല്ലിയൂൻ എന്നുള്ളതൊരു പേരാണ്, ഇസ്മാണ്. സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളെ അറിയിക്കുന്ന ഒരു പേരാണ് ഇല്ലിയൂൻ. പക്ഷേ അതെന്തല്ല, അതൊരു മുദക്കറിനുള്ള അലമല്ല, മുദക്കറിനുള്ള ഒരു അലമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഇല്ലിയൂൻ എന്നുള്ളത് ജമ്മുൽ മുദക്കർ അസാലിമല്ല, അതിൻ്റെ മുൽഹക്കിൽ എണ്ണപ്പെടുന്ന ഒരു പ്രയോഗമാണ്. മനസ്സിലായോ? ഇതുപോലെയാണ് വ അറദൂന, അറദൂന എന്നതും. അത് ശദ്ദ, വളരെ വിരളമായി. അർദുന എന്നത് ശദ്ദ, വളരെ വിരളമായിട്ടാണ് പ്രയോഗിക്കുക. അർദുൻ എന്നതിൻ്റെ ബഹുവചനാണ്. അർദുൻ എന്നതിൻ്റെ ബഹുവചനാണ് ഇവിടെ അർദൂന. അർദൂന ശരിക്കും അർദിന് വ്യാപകമായിട്ട് അറാദി എന്നാണ് പറയുക. അറാദി അതിൻ്റെ ജമ്മായിട്ട് കൂടുതൽ അറാദി എന്നാണ് പറയുക. അർദു എന്ന് പറഞ്ഞാൽ ഭൂമി, നാട് എന്ന അർത്ഥത്തിൽ അറാദി എന്നാണ് പറയുക വ്യാപകമായിട്ട്. പക്ഷെ വളരെ വിരളമായിട്ട് അർദൂന് എന്ന് വരും. അങ്ങനെ പിന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരാൾ ഒരു ചാൺ മണ്ണ് അന്യൻ്റേത് അന്യായമായി കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അന്ത്യനാളിൽ പിന്നെ സബഅ അറാദീൻ 7 അർദുകൾ പിന്നെ ഖണ്ഡാഭരണം ചാർത്തപ്പെടുമെന്നാണ്. അവിടെ അറദീൻ എന്ന് പ്രയോഗിച്ചു. അപ്പോൾ ഈ അറദീൻ എന്ന് അർദിന് ബഹുവചനായിട്ട് വരും, പക്ഷെ അത് വിരളമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശദ്ദ എന്ന്. അതായത് ഉലു എന്നതും ആലമൂന എന്നതും ഇല്ലിയൂന എന്നതും ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ മുൽഹക്കായി എണ്ണപ്പെടും. അറദൂനയും അങ്ങനെ എണ്ണും. പക്ഷെ ശദ്ദ അത് വളരെ വിരളമായി എന്ന് പറയാൻ കാരണം എന്താണ്? അർദുൻ എന്നതിൻ്റെ വ്യാപകമായിട്ട് അറാദി എന്നാണ് ബഹുവചനം പ്രയോഗിക്കുക. പക്ഷേ അറദൂൻ എന്നുള്ളതും അറദൂന എന്നുള്ളത് അതിൻ്റെ ബഹുവചനമായിട്ട് വരും. ശദ്ദ അത് വളരെ വിരളമായി. തയ്യിബ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വശിബിഹിദൈനി വബിഹി ഇശ്റൂന വബാബുഹു ഉൽഹിഖ വൽ അഹ്ലൂന ഉലു വആലമൂന ഇല്ലിയൂന വഅറദൂന ശദ്ദ വസ്സീനൂന. ഇനി നമുക്ക് വസ്സിനൂന വബാബുഹു, സിനൂനയും അതിൻ്റെ ബാബും. വമിസ്ല ഹീനിൻ ഖദ് യരിദ് ദൽ ബാബു വഹുവ ഇൻദ ഖൗമിൻ യത്തരീദ്. ഇത് ഇൻഷാ അല്ലാഹ് തുടർന്ന് ഒരു ക്ലാസ്സായിട്ട് നമുക്ക് പഠിക്കാം. ഒപ്പം നമുക്ക് ചില അനുബന്ധങ്ങൾ കൂടി ഇതിൽ പിന്നെ പറയപ്പെട്ടതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്.
അതുകൂടി മനസ്സിലാക്കുന്നതോടുകൂടി ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് പൂർണ്ണമായതിനു ശേഷം ബി ഇതിനില്ല